PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ 27 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCRT ചാപ്റ്ററുകൾ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിച്ച പാർട്ടി ഏത്? സ്വരാജ് പാർട്ടി. ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിച്ച പാർട്ടി ഏത്? സ്വരാജ് പാർട്ടി. നിസ്സഹകരണ സമരം പിൻവലിച്ച ശേഷം ആന്ധ്രയിലെ ഗോത്ര ജനത നടത്തിയ ബ്രിട്ടീഷ് വിരുദ്ധ സമരമേത്? റംപ ലഹള. നിസ്സഹകരണ സമരം പിൻവലിച്ച ശേഷം ആന്ധ്രയിലെ ഗോത്ര ജനത നടത്തിയ ബ്രിട്ടീഷ് വിരുദ്ധ സമരമേത്? റംപ ലഹള. റംപ ലഹള നയിച്ചതാര്? അല്ലൂരി സീതാറാം രാജു. റംപ ലഹള നയിച്ചതാര്? അല്ലൂരി സീതാറാം രാജു. റംപ ലഹളയുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷ് വന നിയമങ്ങൾ മൂലം വനങ്ങളിൽ കാലിമേയ്ക്കാൻ അവകാശം നഷ്ടപ്പെട്ടത്, കൊള്ളപ്പലിശക്കാരുടെ ചൂഷണം. റംപ ലഹളയുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷ് വന നിയമങ്ങൾ മൂലം വനങ്ങളിൽ കാലിമേയ്ക്കാൻ അവസരം നഷ്ടപ്പെട്ടത്, കൊള്ളപ്പലിശക്കാരുടെ ചൂഷണം. ഏത് ലഹളയെ തുടർന്നാണ് 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായത്? റംപ ലഹള. ഏത് ലഹളയെ തുടർന്നാണ് 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായത്? റംപ ലഹള. റംപ ലഹള അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച സൈനിക വിഭാഗങ്ങൾ ഏതെല്ലാം? മലബാർ സ്പെഷ്യൽ പോലീസും ആസം റൈഫിൾസ്. റംപ ലഹള അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച സൈനിക വിഭാഗങ്ങൾ ഏതെല്ലാണ്? മലബാർ സ്പെഷ്യൽ പോലീസും ആസം റൈഫിൾസ്. നിസ്സഹകരണ സമരത്തിനു ശേഷം ശക്തിപ്പെട്ട വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യമെന്ത്? പൂർണ്ണ സ്വാതന്ത്ര്യം. നിസ്സഹകരണ സമരത്തിനു ശേഷം ശക്തിപ്പെട്ട വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യമെന്ത്? പൂർണ്ണ സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷൻ ഏത്? സർ ജോൺ സൈമൺ കമ്മീഷൻ. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷൻ ഏത്? സർ ജോൺ സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 7 അംഗങ്ങൾ കേട്ടോ. സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 7 അംഗങ്ങൾ. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിക്കാൻ കാരണമെന്ത്? കമ്മീഷനിലെ മുഴുവൻ അംഗങ്ങളും ബ്രിട്ടീഷുകാരായതിനാൽ. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിക്കാൻ കാരണം എന്തായിരുന്നു? കമ്മീഷനിലെ മുഴുവൻ അംഗങ്ങളും ബ്രിട്ടീഷുകാരായതിനാൽ. സൈമൺ കമ്മീഷന്റെ ഇന്ത്യയിലെത്തിയ ഏത് ദിവസമാണ് രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം ഹർത്താൽ ആചരിച്ചത്? 1928 ഫെബ്രുവരി 23. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ ഏത് ദിവസമാണ് രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം ഹർത്താൽ ആചരിച്ചത്? 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷനെതിരായ പ്രതിഷേധ സമരത്തിൽ മുഴങ്ങിക്കേട്ട പ്രധാന മുദ്രാവാക്യമേത്? സൈമൺ തിരിച്ചുപോവുക. സൈമൺ കമ്മീഷനെതിരായ പ്രതിഷേധ സമരത്തിൽ മുഴങ്ങിക്കേട്ട പ്രധാന മുദ്രാവാക്യമേത്? സൈമൺ തിരിച്ചുപോവുക. സൈമൺ കമ്മീഷനെതിരായ പ്രതിഷേധ സമരത്തിനു നേരെ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് അന്തരിച്ച ദേശീയ നേതാവ് ലാലാ ലജ്പത് റായ്. സൈമൺ കമ്മീഷനെതിരായ പ്രതിഷേധ സമരത്തിന് നേരെ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് അന്തരിച്ച ദേശീയ നേതാവാണ് ലാലാ ലജ്പത് റായ് കേട്ടോ. സമരക്കാർക്കെതിരെ എവിടെ നടന്ന ലാത്തി ചാർജിലാണ് ലാലാ ലജ്പത് റായ്ക്ക് പരിക്കേറ്റത്? ലാഹോറിൽ. സമരക്കാർക്കെതിരെ എവിടെ നടന്ന ലാത്തി ചാർജിലാണ് ലാലാ ലജ്പത് റായ്ക്ക് പരിക്കേറ്റത്? ലാഹോറിൽ. കെട്ടുറപ്പുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ലെന്ന് പ്രചരിപ്പിച്ചതാര്? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ. കെട്ടുറപ്പുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ലെന്ന് പ്രചരിച്ചതാര്? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ. വിവിധ പാർട്ടികൾ എവിടെ യോഗം ചേർന്നാണ് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത്? പൂനെയിൽ. വിവിധ പാർട്ടികൾ എവിടെ യോഗം ചേർന്നിട്ടാണ് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയത്? പൂനെയിൽ കേട്ടോ. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെട്ട ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരുടെ നേതൃത്വത്തിലാണ്? മോത്തിലാൽ നെഹ്റു. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെട്ട ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരുടെ നേതൃത്വത്തിലാണ്? മോത്തിലാൽ നെഹ്റു. പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ സ്വാധീനം ചെലുത്തിയ 1928 റിപ്പോർട്ട് ഏത്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ സ്വാധീനം ചെലുത്തിയ 1928 റിപ്പോർട്ട് ഏത്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. 1928 വലിയൊരു കർഷക സമരം നടന്ന പ്രദേശമേത്? ഗുജറാത്തിലെ ബാർദോളി. 1928 വലിയൊരു കർഷക സമരം നടന്ന പ്രദേശമേത്? ഗുജറാത്തിലെ ബാർദോളി. ബാർദോളി കർഷക സമരത്തിന് നേതൃത്വം നൽകിയതാര്? സർദാർ വല്ലഭായ് പട്ടേൽ. ബാർദോളി കർഷക സമരത്തിന് നേതൃത്വം നൽകിയതാര്? സർദാർ വല്ലഭായ് പട്ടേൽ. ബാർദോളി കർഷക സമരത്തിൽ വലിയ പങ്കുവഹിച്ച മറ്റ് നേതാക്കൾ ആരെല്ലാം? അബ്ബാസ് തയ്യബ്ജി, വിത്തൽഭായ് പട്ടേൽ.
ബർത്തോളി കർഷക സമരത്തിൽ വലിയ പങ്ക് വഹിച്ച മറ്റ് നേതാക്കൾ ആരെല്ലാം? അബ്ബാസ് തയ്യബ്ജി, വിത്തൻഭായ് പട്ടേൽ. ബർത്തോളി കർഷക സമരത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? നികുതി വർധന കേട്ടോ. ബർത്തോളി കർഷക സമരത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? നികുതി വർധന. നികുതി അടക്കാൻ കർഷകർ വിസമ്മതിച്ചതിനാൽ സർക്കാർ കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷികോപകരണം എന്നിവ പിടിച്ചെടുത്തത് ഏത് സമരത്തിനിടെയാണ്? ബർത്തോളി കർഷക സമരത്തിന് കേട്ടോ. നികുതി അടക്കാൻ കർഷകർ വിസമ്മതിച്ചതിനാൽ സർക്കാർ കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷികോപകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്തത് ഏത് സമരത്തിനിടെയാണ്? ബർദോളി കർഷക സമരം. ബർദോളി സന്ദർശിച്ച് കർഷകർക്ക് ഉറച്ച പിന്തുണ നൽകിയ ദേശീയ നേതാവാണ് ഗാന്ധിജി ട്ടോ. ബർദോളി സന്ദർശിച്ചിട്ട് കർഷകർക്ക് ഉറച്ച പിന്തുണ നൽകിയ ദേശീയ നേതാവാര്? ഗാന്ധിജി ട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല. ഇപ്രകാരം അഭിപ്രായപ്പെട്ടതാര്? ജവഹർലാൽ നെഹ്റു. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല. ഇപ്രകാരം അഭിപ്രായപ്പെട്ടതാര്? ജവഹർലാൽ നെഹ്റു. 1929 ഡിസംബറിൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്നത് എവിടെ? ലാഹോറിൽ. 1929 ഡിസംബറിൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്നത് എവിടെ? ലാഹോറിൽ. കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട സമ്മേളനം ഏത്? 1929 ലാഹോർ സമ്മേളനം. കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട സമ്മേളനം ഏത്? 1929 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന സമരം ആരംഭിക്കാൻ കോൺഗ്രസ് ചുമതലപ്പെടുത്തിയത് ആരെയാണ്? ഗാന്ധിജിയെ ട്ടോ. പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന സമരം ആരംഭിക്കാൻ കോൺഗ്രസ് ചുമതലപ്പെടുത്തിയത് ആരെയാണ്? ഗാന്ധിജിയെ ട്ടോ. കോൺഗ്രസ് ത്രിവർണ്ണ പതാകയെ സ്വീകരിച്ച സമ്മേളനം ഏത്? 1929 ലാഹോർ സമ്മേളനം. കോൺഗ്രസ് ത്രിവർണ്ണ പതാകയെ സ്വീകരിച്ച സമ്മേളനം ഏത്? 1929 ലാഹോർ സമ്മേളനം. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലെ തീരുമാനപ്രകാരം ഇന്ത്യ മുഴുവനും സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ച ദിവസം ഏത്? 1930 ജനുവരി 26. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലെ തീരുമാനപ്രകാരം ഇന്ത്യ മുഴുവനും സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ച ദിവസം ഏത്? 1930 ജനുവരി 26. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതെന്ന്? 1930 ജനുവരി 26. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതെന്ന്? 1930 ജനുവരി 26. ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായി ജനുവരി 26 തിരഞ്ഞെടുക്കാൻ കാരണമായതെന്ത്? 1930 മുതൽ ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു വന്ന പശ്ചാത്തലത്തിൽ ട്ടോ. ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായിട്ട് ജനുവരി 26 തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? 1930 മുതൽ ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു വന്ന പശ്ചാത്തലത്തിലാണ് കേട്ടോ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നിയമലംഘന സമരം ആരംഭിക്കുന്നതിന് മുൻപ് ഗാന്ധിജി കത്തെഴുതിയത് ഏത് ബ്രിട്ടീഷ് വൈസ്രോയിക്കാണ്? ഇർവിൻ പ്രഭു. നിയമലംഘന സമരം ആരംഭിക്കുന്നതിന് മുൻപ് ഗാന്ധിജി കത്തെഴുതിയത് ഏത് ബ്രിട്ടീഷ് വൈസ്രോയിക്കാണ്? ഇർവിൻ പ്രഭു. ഏത് നിയമം ലംഘിച്ചുകൊണ്ടാണ് ഗാന്ധിജി നിയമലംഘന സമരം തുടങ്ങിയത്? ഉപ്പ് നിയമം. ഏത് നിയമം ലംഘിച്ചുകൊണ്ടാണ് ഗാന്ധിജി നിയമലംഘന സമരം തുടങ്ങിയത്? ഉപ്പ് നിയമം. ഉപ്പ് നിയമം ലംഘിക്കാനായി ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകരും എവിടെ നിന്നും എവിടേക്കാണ് യാത്ര ചെയ്തത്? സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ട്ടോ. ഉപ്പ് നിയമം ലംഘിക്കാനായി ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകരും എവിടെ നിന്നും എവിടേക്കാണ് യാത്ര ചെയ്തത്? സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക്. ഉപ്പ് നിയമ ലംഘനത്തിനായുള്ള പദയാത്രയിൽ എത്ര സന്നദ്ധ പ്രവർത്തകരാണ് ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്തത്? 78 പേര്. ഉപ്പ് നിയമ ലംഘനത്തിനായുള്ള പദയാത്രയിൽ എത്ര സന്നദ്ധ പ്രവർത്തകരാണ് ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്തത്? 78 പേർ. ഗാന്ധിജിയും സംഘവും ദണ്ഡിയിലേക്ക് നടത്തിയ യാത്ര എത്ര ദിവസം നീണ്ടുനിന്നു? 24 ദിവസം. ഗാന്ധിജിയും സംഘവും ദണ്ഡിയിലേക്ക് നടത്തിയ യാത്ര എത്ര ദിവസം നീണ്ടുനിന്നു? 24 ദിവസം. ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചതെന്ന്? 1930 ഏപ്രിൽ 6. ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ചിട്ട് ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചതെന്ന്? 1930 ഏപ്രിൽ 6. നിയമലംഘന സമരകാലത്ത് ഉപ്പ് നിർമ്മാണം ആരുടെ കുത്തകയായിരുന്നു? സർക്കാരിൻ്റെ. നിയമലംഘന സമരകാലത്ത് ഉപ്പ് നിർമ്മാണം ആരുടെ കുത്തകയായിരുന്നു? സർക്കാരിൻ്റെ. നിത്യമായ കുത്തക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ഉപ്പിന്മേലുള്ള സർക്കാരിൻ്റെ കുത്തകയെ. നിത്യമായ കുത്തക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ഉപ്പിന്മേലുള്ള സർക്കാരിൻ്റെ കുത്തകയെ. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് 2000-ലധികം വരുന്ന സംഘം സമരത്തിനെത്തിയത് എന്ന്? 1930 മെയ് 21. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് 2000-ലധികം വരുന്ന സംഘം സമരത്തിനെത്തിയതെന്ന്? 1930 മെയ് 21. 18 വർഷം 20 രാജ്യങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഞാൻ ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങളും ലഹളകളും തെരുവ് യുദ്ധങ്ങളും കലാപങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ധരാസനയിൽ ഉണ്ടായതുപോലെ ഒരു സംഭവം ഞാൻ ദർശിച്ചിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ട അമേരിക്കൻ പത്രപ്രവർത്തകനാര്? വെബ് മില്ലർ.
18 വർഷം 20 രാജ്യങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഞാൻ ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങളും ലഹളകളും തെരുവ് യുദ്ധങ്ങളും കലാപങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ധരാസനയിൽ ഉണ്ടായതുപോലെ ഒരു സംഭവം ഞാൻ ദർശിച്ചിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ട അമേരിക്കൻ പത്രപ്രവർത്തകനായ വെബ് മില്ലർ. ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് നടത്തിയ സമരത്തിൻ്റെ നേതാക്കൾ ആരെല്ലാമായിരുന്നു? സരോജിനി നായിഡു, ഇമാം സാഹബ്. ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് നടത്തിയ സമരത്തിൻ്റെ നേതാക്കൾ ആരെല്ലാമായിരുന്നു? സരോജിനി നായിഡും ഇമാം സാഹബും. നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന വടക്ക് പടിഞ്ഞാറേ ഇന്ത്യയിൽ സമരത്തിന് നേതൃത്വം നൽകിയതാര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന വടക്ക് പടിഞ്ഞാറേ ഇന്ത്യയിൽ സമരത്തിന് നേതൃത്വം നൽകിയതാര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സേന ഏത്? ഖുദായ് ഖിദ്മത്ഗർ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സേന ഏത്? ഖുദായ് ഖിദ്മത്ഗർ. നിയമലംഘന സമരകാലത്ത് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ സമരം നയിച്ചതാര്? റാണി ഗൈഡി ലിയോ. നിയമലംഘന സമരകാലത്ത് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ സമരം നയിച്ചതാര്? റാണി ഗൈഡിലിയോ. നിയമലംഘന സമരകാലത്ത് അറസ്റ്റിലാവുകയും തുടർന്ന് യൗവനകാലം മുഴുവൻ ജയിലിൽ കഴിയുകയും ചെയ്ത വനിതയാര്? റാണി ഗൈഡിലിയോ. നിയമലംഘന സമരകാലത്ത് അറസ്റ്റിലാവുകയും തുടർന്ന് യൗവനകാലം മുഴുവൻ ജയിലിൽ കഴിയുകയും ചെയ്ത വനിതയാര്? റാണി ഗൈഡിലിയോ. ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വർക്കല ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരാണ് കേട്ടത്. ഓക്കെ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഗാന്ധിജിയും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവും തമ്മിൽ കൂടിക്കാഴ്ച നടന്നതെന്ന് 1925 മാർച്ച് 12-ന്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഗാന്ധിജിയും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവും തമ്മിൽ കൂടിക്കാഴ്ച നടന്നതെന്ന് 1925 മാർച്ച് 12-ന്. ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച നടന്നതെവിടെ? വർക്കല ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരം. ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച നടന്നതെവിടെ? വർക്കല ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരം. ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച ഒരു നൂറ്റാണ്ട് തികഞ്ഞതെന്ന് 2025 മാർച്ച് 12-ന് കേട്ടോ. ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച ഒരു നൂറ്റാണ്ട് തികഞ്ഞതെന്ന് 2025 മാർച്ച് 12-ന്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് പുതിയ SCERT ചാപ്റ്ററുകൾ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തോടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് പുതിയ തൊഴിൽ വാർത്തയിലെ പോയിന്റുകളും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കമൻറ്റിലൂടെ അറിയിക്കാം. താങ്ക്